കഴിഞ്ഞ ദിവസം നാട്ടികയുടെ MLA CC മുകുന്ദൻ BJPയിലേക്ക് മെമ്പർഷിപ്പ് എടുത്തത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വെച്ച് അത് നടന്നു. മുൻ MLA ആയിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ ഇന്ന് NDAയുടെ പക്ഷത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ദിനമാണ്. KPCC ജനറൽ സെക്രട്ടറി ശ്രീ MJ ജോബ് ആണ് ഇന്ന് ഈ പരിപാടിയിൽ വെച്ച് BJPയുടെ അംഗത്വം എടുക്കുന്നത്. അദ്ദേഹം സെനറ്റ് മെമ്പർ, സിൻഡിക്കേറ്റ് മെമ്പർ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ്, KSUവിൻ്റെ ജനറൽ സെക്രട്ടറി തുടങ്ങി നിരവധി ചുമതലകൾ കോൺഗ്രസിൽ വഹിച്ച് ഇന്ന് KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. തീരദേശ മേഖല കേന്ദ്രീകരിച്ചുള്ള കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് വർഷങ്ങളായിട്ട് നേതൃത്വം നൽകുന്ന വ്യക്തിത്വമാണ് ശ്രീ MJ ജോബ്. അദ്ദേഹം ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗമാവുകയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ശ്രീ ജയകുമാർ. ശ്രീ ജയകുമാർ മുന്നോക്ക വികസന കോർപ്പറേഷൻ ഡയറക്ടർ എന്ന ചുമതല ഒഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് BJPയിലേക്ക് എത്തുന്നത്. അദ്ദേഹം NCPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ആ ചുമതലയും രാജിവെച്ച ശേഷം ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് മാറുകയാണ്. ശ്രീ ജയകുമാറിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ശ്രീ പ്രണേഷ് രാജേന്ദ്രൻ. ശ്രീ പ്രണേഷ് രാജേന്ദ്രൻ ചിറ്റൂരിലെ കോൺഗ്രസിൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം DCC ഉപാധ്യക്ഷൻ, സേവാദൾ പ്രവർത്തകൻ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം ചിറ്റൂർ കോൺഗ്രസിലെ നിരവധി നേതാക്കന്മാർ ഇന്ന് ശ്രീ പൊൽപ്പള്ളി പ്രകാശ്, ശ്രീ സുനിൽ രാഘവപുരം, ശ്രീ സേതു വേർക്കോലി, ശ്രീ ശിവകുമാർ തുടങ്ങി ചിറ്റൂരിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരും ശ്രീ പ്രണേഷ് രാജേന്ദ്രനോടൊപ്പം ഇന്ന് BJPയിൽ അംഗത്വപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ശ്രീമതി ആതിര അനിൽകുമാർ ചെന്നിത്തല ജില്ലാ പഞ്ചായത്തിലെ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകയായിരുന്നു. ആതിര അനിൽകുമാറും അവരുടെ ഭർത്താവ് ശ്രീ വിനീഷ് കുറുപ്പും, കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ വിനീഷ് കുറുപ്പും ഉൾപ്പെടെയുള്ളവർ ഇന്ന് പാർട്ടിയുടെ അംഗത്വമെടുക്കുകയാണ്. എല്ലാവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ മഹാപ്രസ്ഥാനത്തിലേക്ക് വളരെ ഹൃദയപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവരെ സ്വീകരിക്കുന്നതിനായിട്ട് പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിക്കുകയാണ്. ആദ്യം ശ്രീ MJ ജോബ്, KPCCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഷോളിട്ട് സ്വീകരിക്കുന്നു. ശ്രീ ജയകുമാർ മുന്നോക്ക വികസന കോർപ്പറേഷൻ ഡയറക്ടറും NCPയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ ജയകുമാർ അവരെ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ പ്രണേഷ് രാജേന്ദ്രൻ, ചിറ്റൂരിലെ ജനകീയ നേതാവും നിരവധി കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഇന്ന് ജോയിൻ ചെയ്യുന്ന ശ്രീ പ്രണേഷ് രാജേന്ദ്രനെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ശ്രീമതി ആതിര അനിൽകുമാർ, ചെന്നിത്തല ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസ് നേതാവ് ശ്രീമതി ആതിര അനിൽകുമാറിനെ സ്വീകരിക്കുന്നു. ശ്രീ പൊൽപ്പള്ളി പ്രകാശിനെ ഷോളണിയിച്ച് സ്വീകരിക്കുന്നതിനായി രാജീവേട്ടനെ ക്ഷണിക്കുന്നു. ശ്രീ സുനിൽ രാഘവപുരത്തെ ഷോളിട്ട് സ്വീകരിക്കുന്നതിനായിട്ട് സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിക്കുന്നു. ശ്രീ സേതു വേർക്കോലി അവരെ സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ശ്രീ വിനേഷ് കുറുപ്പ്, ശ്രീ ശിവകുമാർ തമ്പി. ഞാൻ കുറച്ചു കാലമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നു. BJP NDA ഈ ഇലക്ഷൻ കാണുന്നത് ഒരു നിർണായകമായ ഇലക്ഷനായിട്ട് കാണുന്നു. അത് എത്ര ഗൗരവമായിട്ട് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഇന്നലത്തെ ഞങ്ങളുടെ ആദ്യത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ്. നമ്മുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും മത്സരിക്കുന്നുണ്ട്. ഈ ഇലക്ഷൻ ജനങ്ങൾ കാണുന്ന ഈ കാണുന്ന ഇലക്ഷനെ മാറ്റത്തിൻ്റെ ഇലക്ഷനായിട്ട് കാണുന്നു. എത്ര കൊല്ലമായി ഇവിടെ
ഭരിച്ച കോൺഗ്രസും CPM എന്തു ചെയ്തു, എന്ത് സ്ഥിതിയിലാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. അതിനെ മാറ്റണം. ആ മാറ്റം കൊണ്ടുവരാനാണ് BJP NDA ഇലക്ഷൻ മത്സരിക്കുന്നത്. ആ മാറ്റം കൊണ്ടുവന്നാൽ ഇവിടെ ഒരു വികസിത കേരളം സൃഷ്ടിക്കണം. അതിനൊരു കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. അത് ഞങ്ങൾ വരാൻ പോകുന്ന 20 ദിവസം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. ഇന്നിപ്പോൾ BJPയിൽ ചേർന്ന എല്ലാ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ പേര് ഞാൻ എടുക്കുന്നില്ല. ജോബ് ജി, ജയകുമാർ ജി, പ്രണേഷ്, ആതിര, അവരൊപ്പം മറ്റ് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് നമുക്ക് ഈ വികസിത കേരളം, നമ്മൾ എല്ലാവരും ഒരു ടീം വികസിത കേരളത്തിൻ്റെ ഭാഗമായി മുമ്പോട്ട് പോവും. ഞാൻ ആദ്യം ജോബ്ജിനെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞാനിവിടെ ലോക്സഭ ഇലക്ഷൻ മത്സരിക്കാൻ വന്നപ്പോൾ തീരദേശത്തെല്ലാം പോകുമ്പോൾ അവിടെ നടക്കാത്ത കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രയോ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പരിഹരിക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്നു.